ഹായ്, ഞാൻ വിഷ്ണു. പാലക്കാട്ടുള്ള വള്ളുകാണി കൺസ്ട്രക്ഷൻ്റെ സൈറ്റ് സൂപ്പർവൈസർ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ വെൺമണി പ്രദേശത്തെ കുവൈത്തുള്ള മോഹൻദാസിൻ്റെ നാലുകെട്ട് പണിപ്പുരയിലാണ്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് തികച്ചും ട്രഡീഷണലായ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കിനെ കുറിച്ചാണ്. വെട്ടുകല്ലുകൾ കൊണ്ടുള്ള പേപ്പർ ജോയിൻറ്റുമാണ്. അതാണ് ഈ നാലുകെട്ടിൻ്റെ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ. ഒറ്റപ്പാലത്തുള്ള ചന്ദ്രശേഖരൻ സംഘമാണ് ഇവിടെ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത്. ഞാൻ അവരെ ഇവിടെ പരിചയപ്പെട്ടു. ഞാൻ ചന്ദ്രശേഖരൻ. ഒറ്റപ്പാലമാണ് എൻ്റെ സ്വദേശം. വിശ്വകർമ്മ വിഭാഗത്തിലുള്ള കല്ലാശാലി സമുദായത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഈ രംഗത്തെ എൻ്റെ ഗുരുസ്ഥാനീയൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. സ്വദേശങ്ങളിൽ ഇതേ രീതിയിലുള്ള ഒട്ടനവധി ജോലികൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചെങ്ങന്നൂർ വന്ന് ഇത്തരമൊരു ജോലി ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നത് പാലക്കാടുള്ള വള്ളവനാട് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ കലയിൽ വളരെയധികം താല്പര്യത്തോടു കൂടി കടന്നു വന്നിട്ടുള്ള 5 പേരാണ് എന്നെ ഈ ജോലിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടുകാലങ്ങളിലെ നാലുകെട്ടുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡിസൈൻ വർക്കായിരുന്നു ഈ വെട്ടുകല്ലുകൾ കൊണ്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ശില്പിയായ ചന്ദ്രശേഖരനോട് ചോദിച്ചാൽ. സാധാരണ പല രീതിയിൽ നമ്മൾ വെട്ടുകല്ല് ഡിസൈൻ ചെയ്യാറുണ്ട്. ഈ ഒരു വർക്കിന് എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്ന കല്ലുകൾ ഏറ്റവും വലിയ സൈസാണ് കോറികളിൽ നിന്ന് ലഭിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന കല്ല് നമ്മൾ ഒരു അളവിന് തോതുണ്ടാക്കി നമ്മൾ ചെയ്യുന്നു. ചെത്തിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ചെയ്യാറ് 7 ഇഞ്ച് ഉയരവും 12 ഇഞ്ച് വീതിയുമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ്? ഞങ്ങളുടെ അളവിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കല്ലിൻ്റെ മുൻഭാഗമാണ് ഇത്. ചെത്തിയുടെ മുൻഭാഗമാണ് ഇത്. ചെത്തി തയ്യാറാക്കിയ കല്ല് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് തൂക്കൊക്കെ നോക്കി വൃത്തിയാക്കുമ്പോഴാണ് നമുക്ക് പേപ്പർ ജോയിൻറ്റ് കൃത്യമായിട്ട് ലഭിക്കുന്നത്. മുൻഭാഗം ഇതാണ് ചെത്തി തയ്യാറാക്കിയ കല്ലിൻ്റെ പിൻഭാഗം. ഇത് ഇപ്രകാരം ചെത്തി തയ്യാറാക്കുന്നത് ബലക്ഷയം ഒരിക്കലും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഈ കല്ല് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറകുവശത്ത് സിമൻറ്റ് പാക്കിംഗ് വരുന്നത്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബലക്ഷയവും ഈ ഭിത്തിക്ക് ഒരിക്കലും ഉണ്ടായിരിക്കുന്നതല്ല. എത്ര കാലമായി താങ്കൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ട്? കൃത്യമായി പറഞ്ഞാൽ 25 വർഷങ്ങളായി ഞാൻ ഈ ജോലി സ്ഥിരമായി ചെയ്തു വരുന്നു. വെട്ടുകല്ലുകൾ കൊണ്ട് ഇതേ രീതിയിൽ നമുക്ക് വേറെ എന്തെല്ലാം ജോലി ചെയ്യാൻ സാധിക്കും? തുളസിത്തറകൾ, അതുപോലെ തന്നെ ഗേറ്റ് പില്ലറുകൾ, അതുപോലെ കോമ്പൗണ്ട് വാളുകൾ, കൂടാതെ ഉത്തരം, വളരെ എന്നിവ, പഴയ വീടുകളിൽ കാണുന്ന തരത്തിലുള്ള ഉത്തരം, വളരെ എന്നിവ എല്ലാം ഈ വെട്ടുകല്ലുള്ള ഇതേ പ്രകാരം നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രത്യേകതരം ടൂൾസ് വല്ലതും ഉണ്ട്? പ്രത്യേകതരം ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം മുന്നേ വരെ നമ്മൾ ചെയ്തിരുന്നത് മഴു ഉപയോഗിച്ചാണ് കല്ല് ചെത്തിയിരുന്നത്. മഴു ഉപയോഗിച്ച് ചെത്തി വൃത്തിയാക്കിയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മെഷീനറി സാധനങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ മെഷീൻ വെച്ച് മുൻഭാഗം കട്ട് ചെയ്തെടുത്ത് ബാക്ക് വശം ഉളിയും ചുറ്റുകയും വെച്ച് അടിച്ച് ഷേപ്പ് വരുത്തുകയും ചെയ്യും. സാധാരണ ഈ സമയങ്ങളിൽ വെട്ടുകല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത്രയും വെട്ടുകല്ലുകൾ എവിടുന്നാണ് നിങ്ങൾ നല്ല വെട്ടുകല്ല്, ക്വാളിറ്റി ഉള്ള വെട്ടുകല്ല് എവിടുന്നാണ് എത്തിക്കുന്നത്? നമുക്ക് ഇതുപോലുള്ള ജോലികൾ ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിലുള്ള ക്വാളിറ്റി കല്ലുകൾ ലഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള ഇരിട്ടി എന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചെത്തി തയ്യാറാക്കിയ കല്ലുകളാണ് ഈ പണിതിരിക്കുന്നത്. ഇതാണ് പേപ്പർ ജോയിൻറ്റ്. ഇതിനെ ഇനി മുൻഭാഗം കല്ലിട്ട് അടിച്ച് ഫിനിഷ് ചെയ്തതിനു ശേഷം പോളിഷ് ചെയ്യുന്നതോടുകൂടിയാണ് ഇതിൻ്റെ വർക്കുകൾ ഫിനിഷിംഗ് ആവുന്നത്. ഇപ്പോൾ പകുതി ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. വീടുകൾക്ക് തികച്ചും ട്രഡീഷണൽ ഫീലിംഗ് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള വെട്ടുകൾ വാളുകൾക്കും വെട്ടുകൾ ഡിസൈനുകൾക്കും വളരെയധികം സാധിക്കും.